അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രയും വിജയശങ്കറും കൂടി ഹോട്ടലിലേക്ക് വരികയാണ്. അതിനുശേഷം ചിന്നുവിനോട് ചോദിക്കും, നീ എന്തിനാ ഇയാളുടെ കൂടെ ഓട്ടോറിക്ഷയിൽ കയറി വന്നതേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കയറി വന്നതല്ല അച്ഛ, എന്നെ ഒരു ആൾക്കാരുടെ നിന്ന് അപകടത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നതാണ് ഈ അങ്കിള് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വിജയശങ്കറും അതുപോലെ തന്നെ JKയും കൂടി തമ്മിൽ സംസാരിക്കുകയാണ്. ചന്ദ്രയും പറയുന്നുണ്ട്, കണ്ടാൽ തന്നെ ഒരു ഫ്രോഡ് പോലെയുണ്ട്, വാ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നതൊന്നും വിജയശങ്കർ കേൾക്കുന്നില്ല. വാ നമുക്ക് പോകാം, വീട്ടിൽ പോയിട്ട് ബാക്കി സംസാരിക്കാം എന്ന് പറയാൻ കേട്ടോ. അതിനുശേഷം ചിന്നുവിനോട് വിളിച്ചുകൊണ്ട് വരികയാണ്. പിന്നീട് JK പറയണ് വിജയശങ്കറോട്, ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നു, നിങ്ങളുടെ മോളാണ്, അത് ഓർമ്മയിരിക്കട്ടെ എന്ന് പറയുകയാണ്. അതിനുശേഷം ചന്ദ്രയും വിജയശങ്കറും ചിന്നുവും കൂടി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഹോട്ടലിലത്തെ സ്റ്റാഫ് പോയിട്ട് ചോദിക്കും, സാറല്ലേ പറഞ്ഞത് സാറിൻ്റെ മോളാണെന്ന്, ഇപ്പം കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ, നിനക്ക് മതി, എൻ്റെ മോളല്ല ആരുടെ മോളാണെന്നുള്ളതും കാര്യങ്ങൾ അറിഞ്ഞല്ലോ, ഇനി കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറയും. സാറ് എന്നോട് നുണ പറഞ്ഞതാണല്ലേ എന്ന് പറയുന്നുണ്ടോ. അതിനുശേഷം ആ സ്റ്റാഫ് ദേഷ്യത്തോട് കൂടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അതേസമയം അർച്ചന അവിടെ നിന്നും ഓടി വരികയാണ് കേട്ടോ. ഓടി വന്നിട്ട് ആ സ്റ്റാഫിനോട് ചോദിക്കും, എൻ്റെ മോളെ എവിടെ ഉണ്ടോ, ആരാണത് പിന്നെ കൊണ്ടുവന്നത് ആരാണ് എന്നെല്ലാം അങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ സ്റ്റാഫിന് ഓർമ്മ വരും, ഓ പിന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നവർ, ഇനിയിപ്പോൾ അത് JK ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും എനിക്ക് പ്രശ്നമാകും, അതുകൊണ്ട് അത് പറയണ്ട, അയാൾ ഇവിടെ ഇല്ല, അയാൾ പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറയണം കേട്ടോ. കൊച്ചിനെ വിളിച്ചു കൊണ്ടുപോയി എന്നും ആ സ്റ്റാഫ് പറയണ്. അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പേരെല്ലാം മാറ്റി പറയണം കേട്ടോ ആ സ്റ്റാഫ്. അതിനുശേഷം ചന്ദ്രകാന്തത്തിലേക്ക് പോവുകയാണ് അർച്ചന കേട്ടോ. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അവിടെ പോയതും തന്നെ കയറി അകത്തേക്ക് ഓടിപ്പോവുകയാണ്. അത് കാണുമ്പോൾ ചന്ദ്ര വരികയാണ്. എന്താ നീ വന്നത്, നീ എന്താ വന്നത്, എൻ്റെ ചിന്നുമോളെ എവിടെ എന്ന് ചോദിക്കും. ഇവിടെ ഇല്ല ചിന്നുമോള് എന്നിങ്ങനെ പറയുമ്പോഴും അതൊന്നും കേൾക്കാതെ അർച്ചന കയറി അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അത് തടഞ്ഞുകൊണ്ട് ചന്ദ്ര പറയും, ഇതേ ചന്ദ്രകാന്തമാണ്, അമ്പാട്ടി വീടല്ല, ഇവിടെ ഇല്ല പറഞ്ഞാൽ ഇല്ല, നിനക്കങ്ങനെ അകത്തോട്ട് കയറി പോകാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇല്ല എന്ന് പറയുന്നു കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് രുക്കും ഉണ്ട്. പക്ഷേ ചന്ദ്രയുടെ കൈയെല്ലാം മാറ്റിയിട്ട് അർച്ചന അകത്തേക്ക് പോവുകയാണ്. അകത്ത് പോയിട്ട് അവിടെ പോയി വേഗം അവിടെ വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അതേസമയം എൻ്റെ ചിന്നുമോളെ എവിടെ, എൻ്റെ ചിന്നുമോളെ കാണാതെ ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ രുക്ക് പറയുന്നുണ്ട്. രുക്ക് വിചാരിക്കണം, ഇനിയിപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ചേച്ചി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രുക്ക് വന്നിട്ട് പറയണം, ഇവിടെ ഇല്ല, പിന്നെ ചിന്നുമോൾ ഇവിടെ ഇല്ല, ഏട്ടൻ എങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് പറയണം കേട്ടോ. അതേസമയം എവിടേക്കാണ് എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര വരികയാണ്. അവളെ അവിടുന്ന് കൊണ്ടുപോയപ്പോൾ ആര്യയും ചിന്നുവിനും കൂടിയിട്ട് ഒരു കൗൺസിലറുടെ അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, കൗൺസിലിങ്ങിന് കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് കേൾക്കുമ്പോൾ ആകെ മൊത്തം പേടിക്കുകയാണ് കേട്ടോ അർച്ചന. ഈ റൂം മൊത്തം നീ തുറന്ന് നോക്കിക്കോ, നിൻ്റെ മോൾ ഇവിടെ ഇല്ല, അവർ കൗൺസിലിങ് കഴിഞ്ഞിട്ട് വരും, അത് എപ്പോൾ വരും എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് കേൾക്കും. അത് കേൾക്കുമ്പോൾ അർച്ചന ആകെ പരിഭ്രമിക്കുകയാണ് കേട്ടോ. എന്തായാലും ശരി, മോൾ ഇങ്ങോട്ടല്ലേ വരുന്നത്, ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഇരിക്കും, അവളെ കണ്ടിട്ട് ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് അർച്ചന അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, ചൂലെടുത്ത് അടിച്ചാട്ടി ഇറക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, അവളൊരു അഡ്വക്കേറ്റ് അല്ലേ, പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കണം. അതേസമയം പുറത്ത് കാറ് വരികയാണ് കേട്ടോ. കാറിൽ വിജയശങ്കറും പിന്നെ അതുപോലെ ചിന്നും ആര്യയും കൂടിയിട്ട് ഇറങ്ങുകയാണ്. വിജയശങ്കർ ചോദിക്കും, ഇതെന്താ ഇവിടെ ഒരു ഓട്ടോറിക്ഷ, വല്ല കക്ഷികൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ട്, ഒരു കക്ഷി നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, അത് ചിന്നുമോളുടെ അമ്മയാണ് എന്ന് പറയും കേട്ടോ. ചിന്നുമോൾ ഓടിപ്പോയിട്ട് അമ്മേ എന്ന് പറയണം. എന്താ പറ്റിയത് നിനക്ക് എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. അപ്പോൾ ചിന്നുമോൾ കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. ശരി, എൻ്റെ മോൾ എന്തായാലും ശരി, എൻ്റെ കൂടെ വായോ എന്ന് പറയണം. വിജയശങ്കറോട് തട്ടിക്കയറുന്നുണ്ട് കേട്ടോ അർച്ചന. അതേ സമയത്ത് എന്തായാലും ശരി, ഇവിടെ നിന്ന് വരാൻ, എൻ്റെ മോൾ ഇവിടെ സുരക്ഷിതയല്ല, എന്തായാലും വരണം എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടുത്തെ സുരക്ഷിതത്വം എത്രയുണ്ടെന്ന് എനിക്കറിയാമെന്ന് അർച്ചന പറയണം കേട്ടോ. ആ സുരക്ഷിതത്വം ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ, എന്താ പറ്റിയതെന്ന് ആര്യയോട് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്, എനിക്കറിയില്ല, ആ സാറാണ് വിളിച്ചുകൊണ്ട് ലോഡ്ജിലേക്ക് കൊണ്ടുപോയതാണ് എന്ന് പറയുമ്പോൾ ചന്ദ്ര കുത്തി പറയുന്നുണ്ട്, നമ്മുടെ വളർത്തു ദോഷമാണ്, അതുകൊണ്ടാണ് ലോഡ്ജിലേക്ക് പോയത് എന്ന്. എന്തെല്ലാം പറഞ്ഞിട്ടും ചിന്നു പറയുന്നതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ചന്ദ്ര അത് കൂട്ടി വിജയശങ്കരനെ അങ്ങനെ ഇതാക്കി പറയുകയാണ് കേട്ടോ. അതേസമയം അർച്ചന പറയുന്നുണ്ട്, എന്തായാലും ശരി, എൻ്റെ മോളിനെ ഇവിടെ ഇരിക്കണ്ട, മോള് വായോ എന്നിങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ഒരു കാര്യം നീ ആദ്യം മനസ്സിലാക്കിക്കോ, അവൾക്ക് ഇവിടെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് എപ്പോൾ വരണം എങ്ങോട്ട് വരണം എന്നുള്ളത് തീരുമാനിക്കണം, അവളുടെ സമ്മതം ഉണ്ടെങ്കിൽ നിനക്ക് വിളിച്ചിട്ട് പോകാം എന്ന് പറയുന്നു കേട്ടോ. സമയം ചന്ദ്രയും വിജയശങ്കറും ചോദിക്കണം, മോൾക്ക് പോകണോ എന്ന് ചോദിക്കും. ഇല്ല, ഞാനിപ്പോൾ എന്തായാലും വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് അമ്മ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ വിജയശങ്കർ ഭയങ്കര സന്തോഷത്തിൽ. അതേസമയം ആരും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരെന്താ ഇവളെ പോകാൻ വേണ്ടി വിട്ടാക്കാത്തത്, ഞാൻ ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കഷ്ടപ്പെട്ടത് എന്ന് പറയുന്നുണ്ട് കേട്ടോ.
രുക്കും ചന്ദ്രയും കൂടി പറയുന്നുണ്ട്. ഇപ്പം മനസ്സിലായല്ലോ, അച്ചു ഇവിടെ വന്നു, അതേപോലെ തന്നെ ചിന്നുമോളും ഇവിടെയാണ് ഇരിക്കുന്നത്. അവർക്ക് അമ്പാട്ട് വീട്ടിൽ ഇരിക്കാൻ ഇഷ്ടമില്ല. അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ. അർച്ചന എന്നിങ്ങനെ പറയണം കേട്ടോ. ചിന്നുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അർച്ചനയ്ക്ക് ആകെ വിഷമം വരികയാണ് കേട്ടോ. അർച്ചന അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് പുറത്ത് പോകുകയാണ്. പുറത്ത് പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ വന്ന് ചോദിക്കുന്നു, മേഡം പോവുക എന്നിങ്ങനെ പറയണം. ചിന്നു പറഞ്ഞ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ കരഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് അർച്ചന കേട്ടോ. പെട്ടെന്ന് തന്നെ ചിന്നു അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. അമ്മേ ഞാനും വരുന്നുണ്ട് പറയുമ്പോൾ, നീയല്ലേ ഇവിടെ നിൽക്കണം പറഞ്ഞത്? ഇല്ല, എൻ്റെ അമ്മ സമ്മതിക്കെങ്കിൽ മാത്രമേ ഞാനിവിടെ നിൽക്കുള്ളൂ. അമ്മ വിഷമിച്ചിട്ടാണ് പോകുന്നത്. അമ്മയുടെ വിഷമം കാണാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല അമ്മേ, അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ കൂടെ വരികയാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അങ്ങനെ പറയുന്ന അർച്ചന ചിന്നുവിനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനം.